എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSNL എയർ ഫൈബറിനെ കുറിച്ചാണ്. നമ്മൾ ജിയോ എയർ ഫൈബർ അല്ലെന്നുണ്ടെങ്കിൽ എയർടെൽ എയർ ഫൈബർ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ BSNL എയർ ഫൈബർ വളരെ കുറഞ്ഞ ആളുകളുടെ അടുത്തേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളൂ. എന്താണ് അതിന് കാരണം? അതിന് ഒരുപാട് പ്രൊമോഷൻ ഇല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു BSNL എയർ ഫൈബർ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളി ക്വാളിറ്റിയിലാണ് അവിടെ ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത്. ഞാൻ സ്പീഡ് ടെസ്റ്റ് കാര്യങ്ങളാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. 30 MBPSൻ്റെ പാക്കേജാണ്. 30 MBPS പാക്കേജ് അത് കറക്റ്റായിട്ട് 30 MBPS ഡൗൺലോഡിങ്ങും 30 MBPS അപ്ലോഡിങ്ങും കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി. നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 3 MB/s കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ബ്രോഡ്ബാൻഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫൈബർ എടുക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത്. നമ്മൾ ജിയോ എയർ ഫൈബറിലോ അല്ലെങ്കിൽ എയർടെൽ എയർ ഫൈബറിലൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒരു വേരിയബിളൊക്കെ ആയിട്ട് വന്ന് കയറി ഇറങ്ങി ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ഒരു 30 MBPS ആണെങ്കിൽ 10 MBPS, 15 MBPS, 20 MBPS അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൽ അതൊന്നും ഞാൻ കണ്ടില്ല. നല്ല കിണ്ണനുള്ള ക്വാളിറ്റിയിലാണ് കണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞത് അവർക്ക് വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഇൻട്രപ്ഷൻ വന്നിരിക്കുന്നത്. അതായത് പല സമയങ്ങളിലും കട്ടാകുകയോ കാര്യങ്ങൾ വന്നിരുന്നാൽ BSNL എന്തെങ്കിലും ഫൈബർ UG ഫൈബറിൽ കട്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പവർ ഇഷ്യൂസ് വന്ന സമയങ്ങളിൽ മാത്രമാണ് അവർക്ക് ഇൻ്റർനെറ്റ് ഡിസ്കണക്ഷൻ വന്നിട്ടുള്ളൂ. ഏത് മഴയാണെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും 24/7 അവർക്ക് വളരെ സ്മൂത്തായി അവർക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അവർ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ചാനലിൻ്റെ ആൾക്കാരും കൂടിയാണ്. അവർ അതിലാണ് ഈ പറയുന്ന രീതിയിലുള്ള അപ്ലോഡിങ് കൊടുക്കുന്നത്. നമ്മളിവിടെ 100 MBPS, 150 MBPS, 200 MBPS ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ അവർ ഒരു 30 MBPS പാക്കേജ് വെച്ചിട്ടാണ് അവരുടെ ചാനലിൽ അവർ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് അവർക്ക് സ്ട്രീമിംഗ് കിട്ടുന്നത്. അതിനെന്താ കാരണം വെച്ചാൽ 30 MB എന്ന് അപ്ലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 30 MBയിലാണ് കറക്റ്റ് ആ സ്കെയിലിൽ ഗ്രാഫ് നിൽക്കുന്നത്. ഒരു ഏറ്റക്കുറച്ചിലോ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും അവർക്ക് വരുന്നില്ല. ഈ BSNL എയർ ഫൈബർ പല സ്ഥലങ്ങളിലും നമുക്ക് ലഭിക്കത്തില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കാരണം അതിനൊരു ലിമിറ്റേഷൻ കാര്യങ്ങളുണ്ട്. ഒരു ടവറിൻ്റെ അണ്ടറിൽ ഒരു 3-4 കിലോമീറ്ററിനുള്ളിലാണ് നമുക്ക് ഈ കവറേജ് കിട്ടുക. ആ കവറേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ഓഫ് സൈറ്റ്, അപ്പോൾ ആ ടവർ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ടവറിൽ BSNL ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടവർ അവർക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ വീട്ടിൽ നിന്ന് നമുക്ക് ആ ടവർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് നമുക്കവിടെ കണക്ഷൻ നൽകുവാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്കൊരു താഴെ ഒരു കുഴിഞ്ഞ ഏരിയയോ അല്ലെന്നുണ്ടെങ്കിൽ ടവർ കാണാത്ത ഒരു മറവ് വരുന്ന ഒരു ഏരിയയോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു BSNL എയർ ഫൈബറിൻ്റെ കണക്ഷനിൽ കുറച്ച് ആൾക്കാരിലോട്ട് എത്തിച്ചേരുന്നത്. പക്ഷേ പല ടൗണുകളിലും നല്ല രീതിയിൽ കണക്ടിവിറ്റി നടന്നു പോകുന്നുണ്ട്. BSNL എയർ ഫൈബറിൻ്റെ നല്ല കണക്ഷൻസ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇതിനൊരു അഡ്വാൻസ്ഡ് കാര്യം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫൈബർ പോലെ ഇൻട്രപ്റ്റഡ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പല ആൾക്കാരുടെ അടുത്ത് കയറി വന്ന് കണക്ഷൻ വരുന്ന ഒരു മെത്തേഡല്ല എയർ ഫൈബർ വരുന്നത്. ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ടവറിലൊരു ഡിവൈസ് ഉണ്ടാവും. ആ ഡിവൈസിൻ്റെ അണ്ടറിൽ ഒരു 10-15 കണക്ഷൻ ഒരു ഡിവൈസിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസ്, പർട്ടിക്കുലർ ഡിവൈസിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ മാത്രമേ നമുക്കൊരു കണക്ഷൻ ഡിസ്കണക്ട് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നമുക്ക് ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ആകുന്ന ഒരു കാര്യം വരുന്നില്ല. ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രയോറിറ്റി വെച്ചാൽ എല്ലാവർക്കും ഏത് സമയത്തും ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല. വീട്ടിൽ വന്നാലും ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ പോലും ഈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പല കമ്മ്യൂണിക്കേഷനും പല ബിസിനസ്സും പല കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ യൂട്യൂബ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രോപ്പറായിട്ടുള്ളൊരു ബാൻഡ് വിഡ്ത്ത് വേണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് കിട്ടിയാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സർവീസാണ് നമ്മൾ BSNL ഭാഗത്ത് നിന്ന് കണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതും 4 വർഷം മുമ്പാണ് ഈ ഒരു സംരംഭം വന്നിരിക്കുന്നത്. എയർ ഫൈബർ, ജിയോ എയർ ഫൈബറും എയർടെൽ എയർ ഫൈബറും ഒക്കെ ഇപ്പം ഒരു 1.5 വർഷത്തിനുള്ളിൽ വന്ന ഒരു സംരംഭമാണ്. പക്ഷേ അതിന് മുൻകാലങ്ങളിൽ BSNL വേറൊരു ടെക്നോളജി ഉണ്ടായിരുന്നു ഇതുപോലെ എയർ ഫൈബർ ചെയ്യുന്നത്. പക്ഷേ അത് ഫെയിലായിപ്പോയി. പക്ഷേ രണ്ടാമത് അവരൊരു റീക്രിയേറ്റ് വന്നിട്ട് BSNL എയർ ഫൈബർ അത് കേബിൾ ഓപ്പറേറ്റർമാർ അല്ലെങ്കിൽ അതിന് ഓപ്പറേറ്റേഴ്സ് സെപ്പറേറ്റ് വന്ന് ഓപ്പറേറ്റർമാരെ പോലെയുള്ള ആളുകളായി വന്ന് അവർ ഇൻസ്റ്റാൾ ചെയ്ത് സർവീസ് കൊടുക്കുന്ന ഒരു മേഖലയാണ് BSNL എയർ ഫൈബർ. എന്താണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാൻഡ് വിഡ്ത്ത് ശൃംഖലയാണ് BSNL. കിട്ടുന്ന ബാൻഡ് വിഡ്ത്ത് പ്രോപ്പർ അക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പം എന്താണെങ്കിലും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് BSNL എയർ ഫൈബർ. നല്ല അടിപൊളി ക്വാളിറ്റി, നല്ല ഒരു ബാൻഡ് വിഡ്ത്ത് നമുക്ക് സർവീസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. അപ്പോൾ വീഡിയോ കണ്ട് അവിടെ എയർ ഫൈബർ ഉണ്ടോ ഇവിടെ എയർ ഫൈബർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല അവിടെ കണക്ഷൻ ഉണ്ടോ ഇവിടെ കണക്ഷൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ BSNL ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ചില സ്ഥലങ്ങളിൽ മാത്രമേ എയർ ഫൈബറിൻ്റെ ലൊക്കേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.